ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. ദിസ് ഈസ് ബുഗ് ചാനൽ. അപ്പൊ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമന്റ് ചെയ്തോ, ഷെയർ ചെയ്തോ, ഹൈപ്പ് ചെയ്തോ. ബാലൻ ദ ബോയ് പീക്ക് പടം OTT ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും കണ്ടോ? സൂപ്പർ പടമാണ്, ഒരു രക്ഷയില്ല. ട്രെയിലറില് അല്ലെങ്കിൽ ടീസറില് അല്ലെങ്കിൽ തിയേറ്ററില് എത്ര എക്സ്പെക്ടേഷനിലാണ് കണ്ടത്, അതുപോലെ തന്നെയാണ് OTT ഞാൻ കണ്ടത്. കിട്ടില്ല പടം, വേറെ ഒന്നും പറയാനില്ല. ഫർസാന കളത്തിങ്ങൽ എന്നൊരു ഫീമെയിൽ ആക്ട്രസ്, പുള്ളിക്കാരി ചെയ്തു വെച്ച ആ റോൾ എന്ന് പറയുന്നത്, ആ ഒരു മെയിൻ ലീഡ് ക്യാരക്ടർ, ആ ഒരു അമ്മ ക്യാരക്ടർ, പുള്ളിക്കാരി സഫർ ചെയ്യുന്നുണ്ടോ? യെസ്, സഫർ ചെയ്യുന്നുണ്ട്. ആ നായിക സൈക്കോ ആണോ? അതെ, സൈക്കോ ആണ്. ആ നായിക സേവിയർ ആണോ? അതെ, സേവിയർ ആണ്. അങ്ങനെ ആ നായികയുടെ എന്താണ് ഒരു പ്രോംപ്റ്റ്, ആ നായികയുടെ ഒരു ആക്ടിങ് ആ എന്താണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്കാണ് ഫർസാന ചെയ്തു വെച്ചിരിക്കുന്നത്. ആ തുടക്കത്തിലൊക്കെ നായികയും ആ ഒരു ചെറുപ്പക്കാരൻ, ആ ഒരു കൊച്ചു പയ്യൻ ബാലൻ ആദിശേഷൻ, ഭയങ്കര ക്യൂട്ടുമാണ്, അറ്റ് ദ സെയിം ടൈം ഭയങ്കര കണ്ണിയുമാണ്. അതായത് ആ പയ്യന്റെ ആ ഒരു ചിരിയും നോട്ടം സംസാരമൊക്കെ നമ്മൾ വീട്ടിലെ ഒരു കൊച്ചു പയ്യൻ എന്നൊരു സെറ്റപ്പിൽ നമ്മളെയൊക്കെ മാറ്റും. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ട്, ഇജാതി സാധനമാണ്. അതായത് ഈ തുടക്കത്തിൽ തന്നെ ഇവര് നമ്മൾ കാണുമ്പോ തന്നെ മനസ്സിലാവാം. ഇതില് ടോവിനോ, നിങ്ങൾക്കറിയാം ടോവിനോ ഈ സിനിമയിലുണ്ട്, ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഇവന്റെ കണ്ണ് കണ്ടാ അറിയാം 100% കള്ളനാണ്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരെയും കണ്ടാൽ നമുക്ക് മനസ്സിലാവും 100% കള്ളിയും കള്ളനുമാണെന്ന്. ഇവർ ആ തുടക്കം തന്നെ കാണിക്കുന്ന ഒരു കഥ പറഞ്ഞു കഴിഞ്ഞ് ജയിലിൽ വെച്ചിട്ടാണ്. അപ്പൊ തന്നെ നമുക്കത് പ്രൊഡിക്ട് ചെയ്യാവുന്ന ഒരു കാര്യം കൂടെയാണ്. ആ സിനിമയിൽ നിന്ന് ഇവർ ഓരോടത്തും പോയി ഓരോ പേര് പറയുന്നു, ഓരോ നാട് പറയുന്നു, ഭർത്താവ് ഓരോ സ്ഥലത്തായിട്ട് പോയി, അങ്ങനെ ഓരോ കഥകളാണ്. ഡിഫറെന്റ് പ്ലേസസിൽ ഡിഫറെന്റ് സ്റ്റോറീസ്, ഡിഫറെന്റ് കാസ്റ്റ്, ഡിഫറെന്റ് നെയിംസ്, ഡിഫറെന്റ് ജോബ്സ്. ഒരു സമയത്ത് ഇവർ പിടിക്കപ്പെടുന്നാവുമ്പം ആ ഒരാള് ഇങ്ങനെ വന്ന് ചോദിക്കുകയാവുമ്പം ആ പയ്യൻ സെയിം അമ്മ പഠിപ്പിച്ചത് പോലെ പറഞ്ഞു കൊടുത്ത് അത് അവിടെ നിന്നും അവർ രക്ഷപ്പെടുകയാണ്. അവർ പ്ലാൻഡ് ആണ്. അവർക്കറിയാം ഒരു സ്ഥലത്ത് അവർ നിൽക്കും, ആ പിടിക്കപ്പെടുന്നെന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് അവർ മനസ്സിലാകുമ്പോൾ അവരവിടെ നിന്ന് രക്ഷപ്പെടും. അവരവിടെ നിൽക്കില്ല. കാരണം അവർ പറയുന്ന എനിക്ക് നീയും നിനക്ക് ഞാൻ, നമ്മളെ രണ്ടുപേരും മതി എന്നുള്ളതാണ്. അപ്പൊ ഈ സിനിമ ചിദംബരമാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ചിദംബരം നിങ്ങൾക്കറിയാം, ജാനേമൻ, മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ചെയ്ത പുള്ളിക്കാരനാണ്. റൈറ്റർ ജിത്തു മാധവൻ, ആവേശം രോമാഞ്ചം ഒക്കെ ചെയ്ത ഡയറക്ടറാണ്. പ്രൊഡ്യൂസർ ക്യാബിൻ പ്രൊഡക്ഷൻസും വേറെയും ഒരെണ്ണം വരുന്നുണ്ട്, വേറെയും ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും വരുന്നുണ്ട്. ആൻഡ് മ്യൂസിക് സുഷിൻ ശ്യാമാണ് വരുന്നത്. ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതിയാണ് വരുന്നത്. മറ്റല്ലാതെ ഇതിൽ ടൊവിനോ തോമസ് വരുന്നുണ്ട്, ആൻഡ് സിനാൻ എന്നൊരു ആർട്ടിസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ജൂനിയർ ലാൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു കാസ്റ്റാണ്. ഷൈജു ഖാലിദാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ഒക്കെ പീക്ക് സാധനം പിടച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു കൊച്ചു ചെറുക്കൻ നടന്നു പോകുമ്പോൾ ആ ലോങ് വ്യൂ ഷോട്ടൊക്കെ ഉണ്ട്. എന്റെ പൊന്നടാവേ, ആ പുള്ളിക്കാരൻ തന്നെയാണ് ഇപ്പൊ ഇതില് അയാം ഗെയിം ദുൽഖറിന്റെ സിനിമയിലും സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നത്. സിനിമയിലുടനീളം തന്നെ ഇവരാരാണെന്ന് സത്യം പറഞ്ഞാൽ പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. പിന്നെ ഇതിലൊരു അമ്മാമ്മ ക്യാരക്ടർ ഉണ്ട്. എന്റെ പൊന്നാളി, ആ അമ്മാമ്മ ക്യാരക്ടറിന്റെ ആ ഒരു പോഷൻ എന്ന് പറയുന്നത് ബ്ലിസ് ആയിരുന്നു. ആ ഒരു സൂപ്പർ ആയിരുന്നു. ആ ഒരു കോമഡിയും ഉണ്ടായിരുന്നു, ആ ഒരു സന്തോഷവും ഉണ്ടായിരുന്നു, ആ ഒരു സെന്റിമെന്റ്സും ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ആ അമ്മാമ്മയെ കുറച്ചുകൂടെ വച്ചിരിക്കാമായിരുന്നു, കുറച്ചുകൂടെ സീനിൽ കാണിക്കാമായിരുന്നു ഉള്ളത്. ബട്ട് പെട്ടെന്ന് ആ അമ്മമ്മ മരിച്ചു പോകും. അപ്പോ അത് സിനിമയുടെ ഒരു ഓട്ടത്തിന് വേണ്ടിയിട്ടുള്ള അത് ചെയ്യുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അമ്മമ്മയെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതായിട്ടാണ് വരുന്നത്. അപ്പോഴും പുതിയ പേരുകളാണ്, പുതിയ നാടുകളാണ്, പുതിയ കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കണം, ഒരു ക്രൈം പടത്തിൽ ഒരു നായകൻ എന്തൊക്കെ തരികിട കാണിച്ച് രക്ഷപ്പെടുമോ അതുപോലത്തെ തരികിട കാണിച്ചാണ് ആ അമ്മ രക്ഷപ്പെടുന്നത്. സി, അറ്റ് ദ സെയിം ടൈം ഇതിന് രണ്ട് കോൺസെപ്റ്റ് നമ്മൾ പറയാം. ഒന്ന്, ഒരു അമ്മ ഒരു മകനെ രക്ഷിക്കുന്ന ഒരു സീനും, അല്ലെങ്കിൽ ഒരു അമ്മ മകനെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ സെക്യൂരിറ്റി ചെയ്യുന്ന ഒരു സീൻ. രണ്ടാമത്തെ സൈഡ് എന്ന് പറയാം. ബട്ട് അതാണ് ഏറ്റവും ഫ്രണ്ടിൽ ഒരു സൈഡായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതായത് അമ്മ തന്നെ തടവറയിലാക്കി ഇടിയുകയാണ്. അതായത് മകനെ ഒരിടത്തും പോകാൻ വിടുന്നില്ല. മകനെ അമ്മ പറയുന്നത് കേട്ട് വളർത്തി അമ്മയോടൊപ്പം നിർത്തുകയാണ്. ബട്ട് കുറച്ചു കാലം കഴിഞ്ഞ് ആ മകനും ആ അമ്മയുടെ വാക്കിൽ തന്നെ, അല്ലെങ്കിൽ കാരണം ഇത്രയും നാളും ആ അമ്മയുടെ വാക്കിൽ തന്നെയാണ് മകൻ. അപ്പൊ ഈ മകൻ ഒരു സിറ്റുവേഷനിൽ ഈ വീട്ടിൽ, ഈ അമ്മാമ്മയുടെ വീട്ടിൽ ഒരു കൊലപാതകം നടക്കുകയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അമ്മ പറയുന്നു, മോന് സ്കൂൾ വിട്ട് വരുമ്പോ അതേ അവിടെ തന്നെ നിൽക്കണം, അമ്മ എപ്പോ വേണമെങ്കിലും വരും, മോനെ ഒരിടത്തും പോകണ്ട, അമ്മ വരുമെന്ന് പറയാണ്. ബട്ട് ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ, ആ കൊലപാതകവും കേസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ
ആ ഒരു വീട്ടിൽ ഇഷ്യൂ നടക്കുമ്പോൾ അമ്മയ്ക്ക് വരാൻ പറ്റാതാകുമ്പോ ഈ മകൻ കാണിക്കുന്ന കുറച്ച് കുസൃതികളും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്, ആ ചെറുക്കനെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. കള്ളത്തരം അവന് അറിയാം. ആദിശേഷ് എന്നൊരു പയ്യൻ കിടിലനായിട്ട്, അതിനുശേഷം അവൻ വളർന്ന് സിനാൻ എന്നൊരു ക്യാരക്ടറിലേക്ക് വരും. അത് ആ പയ്യനും സൂപ്പറായിട്ട്, അത് അബ്ബാസ് ടോവിനോ തോമസ് ഇജാതി ടോവിനോ തോമസ് ആ ക്യാരക്ടർ, ആ ഒരു സംസാരാവട്ടെ, ആ മീശ വയറ് എല്ലാം ചെയ്ത് ആ ഒരു ക്യാരക്ടർ. ആൻഡ് ടോവിനോ തോമസ് അവന് വീണ്ടും എന്നെ കള്ളൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കള്ളൻ, എല്ലാം മൊത്തം കള്ളം തരങ്ങളാണ്. മൊത്തത്തിൽ ഒരു പീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു പടം. എന്താണ് ജോണർ? സൈക്കോളജിക്കൽ ത്രില്ലർ ആണോ, അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ ആണോ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്താണെന്ന് പറയാൻ ഒരു ജോണർ കിട്ടാത്ത രീതിയിലുള്ള ഒരു സിനിമ കൂടെയാണ്. ആ ഒരു റൈറ്റിംഗ് അത്രയും ഉണ്ട്. ഒരു അമ്മ ഒരു മകനുമായിട്ട് പോകുന്ന ഒരു യാത്ര, അതുമായിട്ട് കിട്ടില്ല. ആ ഫസ്റ്റ് അവരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്ന ഒക്കെ സീനുകളാണ്. ആൻഡ് സുഷിൻ ശ്യാം ഇതിൻ്റെയോടൊപ്പം തന്നെ കിട്ടില്ല മ്യൂസിക് ആയിട്ട് ആ പടത്തിനോട് ഒലിച്ചു വരുന്നുണ്ട്. പിന്നെ ലാൽ ജൂനിയറിനെ കുറിച്ച് പറയുവാണെങ്കിൽ പുള്ളിക്കാരന് ഇതിലൊരു റോളുണ്ട്. സൂപ്പറായിട്ട് തന്നെ ആ പുള്ളി ഇങ്ങനെയൊക്കെ മുഖം അത് ഗിരീഷ് ഷെട്ടി ഡയറക്ടറുണ്ട്, പുള്ളി നന്നായിട്ട് തന്നെ. അതായത് നിന്നെ അമ്മമാരുടെ ആ ഒരു സംസാരവും കാര്യങ്ങളും മൊത്തത്തിൽ എല്ലാ ക്യാരക്ടേഴ്സും പീക്കാണ്. എല്ലാവർക്കും അവരുടേതായ സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, അവരുടേതായ ഒരു ഡെപ്ത് ഉണ്ട് ആ സീനിനും ആ ഒരു ആക്ടറിനും. കിട്ടില്ല പടം. ആ ക്ലൈമാക്സിൽ ആ ചെറുക്കൻ ഓടി, അതായത് ക്ലൈമാക്സ് 1-2 ടിസ്റ്റുകളുണ്ട്. നമ്മള് പ്രതീക്ഷിക്കില്ല ഇങ്ങനെയാണോ ടിസ്റ്റ് എന്ന്. അപ്പോഴാണ് നമ്മൾ അമ്മ എത്രമാത്രം കണ്ണിങ് ആണ്, എത്രമാത്രം ബുദ്ധിമതിയാണെന്നൊക്കെ. സത്യത്തിൽ അത് കാണിക്കുമ്പം ആ അമ്മയാണ് വെടിവെച്ച്, നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ അമ്മയാണ് ജയിലിൽ കിടക്കുന്നൊക്കെ വിചാരിക്കും. അപ്പൊ ജൂനിയർ ലാൽ ആ അമ്മയാണ് ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആ സിനാനെ കൊണ്ട് കാണിക്കാൻ പോകുമ്പോ അതല്ല. അപ്പൊ ആ സിനാൻ ആ റിയലൈസേഷൻ നോക്കുന്നതാണ്. അപ്പൊ അമ്മ ജയിലിലല്ല, അപ്പൊ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ആ ഒരു ഡയലോഗ് വരും, നീ ആ സ്കൂളിൽ വിടുന്ന അവിടെ തന്നെ നിൽക്കണം, അമ്മ നീ എത്ര വൈകിയാലും അവിടെ വരുമെന്ന്. അവിടെ അവൻ പോയി ഇരിക്കുമ്പോ അമ്മ പുറകുന്ന വരും. ആ ഒരു ഗൂസ് ബംസ് സീനാണ് അത്. ആ അമ്മ ഇത്രയും കാലം അവിടെ കറക്റ്റ് ആയിട്ട്, അപ്പൊ അവര് എന്നും ഡെയിലി വന്ന് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും അവരെ ചെക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ആൻഡ് ഇതിൽ പല ഡീറ്റെയിലിങ്ങും ഉണ്ട്. അതായത് ഈ അമ്മ വെടിവെക്കുമ്പോ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അമ്മാമ്മ മരിച്ചതിന് ശേഷം ഈ അമ്മ ഒരു ഷംനാത്താന്നൊരു ക്യാരക്ടർ ഉണ്ട്. ആ ഒരു ക്യാരക്ടർ വന്നതിന് ശേഷം അവരുടെ ഭാഗത്തൊരു സംസാരത്തിൽ വെടിവെച്ച് കൊന്നതിന് ശേഷം ഈ അമ്മയ്ക്ക് ഇവനുമായിട്ട് പോവാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ സ്കൂളില് അതിശേഷന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്, സ്വാതന്ത്ര്യമാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ സ്വാതന്ത്ര്യത്തെ കാണിക്കുന്നുണ്ട്. അതായത് അമ്മ ഇനി വരില്ല, നീ ഒരു സ്വാതന്ത്ര്യമായി, നിനക്ക് പുതിയൊരു കൂട്ടുകാരനെ. അമ്മ പറഞ്ഞിട്ട് ആരോടും ബന്ധപ്പെടാനോ സംസാരിക്കാനോ പാടില്ലെന്ന്. അപ്പൊ ഒരു പുതിയൊരു ആ ഒരു ബ്രില്യൻസ് ആണ് ഞാൻ കണക്കാക്കുന്നത്. അതായത് പുതിയൊരു ഫ്രണ്ടിന് അതിശേഷി കൈ കൊടുക്കുന്നു, ആൻഡ് ഇൻഡിപെൻഡൻസ് ഡേ അത് സ്വാതന്ത്ര്യ ദിനമാണെന്ന് അറിയുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോ അത് മാറി അതിശേഷി വേറൊരു സ്ഥലത്ത് ഒരു ഒറ്റയ്ക്ക്, അതായത് അമ്മയെ വിട്ടു പോകുന്നു. പക്ഷെ എന്നിരുന്നാലും ഈ ആ ഒരു പടത്തിൽ ഇതിനുണ്ട് കാറ്റുപോലെ ഇങ്ങോട്ട, അങ്ങനെ ആരും തവള അമ്മയതോ, അങ്ങനത്തെ ഒരു പാട്ടുകൾ, കിടിലം പാട്ടുകളും ഒക്കെയാണ്. സുഷിയാമ്മ ആ ടൈപ്പ് പാട്ടൊക്കെ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇതുപോലെ തന്നെ ആ ഒരു ഇതിലും ഉണ്ട്. അതായത് ഈ പൊട്ടക്കിണറ്റിലെ തവള അതേ പൊട്ടക്കിണറ്റിൽ തന്നെ വരുന്നത് പോലെ ഈ ചെറുക്കനും അമ്മയുടെ ആ തടങ്കലിൽ വരികയാണ്. വീണ്ടും അവനും താല്പര്യം അമ്മയുടെ ആ തടങ്കലിൽ നിൽക്കുകയാണെന്ന്. അപ്പൊ സിനാൻ വന്നിട്ട് അമ്മയോട് ചോദിക്കുവാണ്, നമ്മൾ അടുത്ത പേരെന്താണ്, നമ്മൾ അടുത്ത ഊരെന്താണ്, പറയാം. അത്രയും കണ്ണിങ് ആയിട്ടുള്ള, ഇത്രയും എന്ത് ചെയ്യണമെന്ന് ബുദ്ധിയുള്ള ഒരു അമ്മയാണ്. അപ്പോ അറ്റ് ദ സെയിം ടൈം അമ്മ സേവിയറും കൂടെയാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം അമ്മ ഒരു സൈക്കോയും കൂടെയാണ്. മകന് വേറെ ആരുമായിട്ടും ബന്ധപ്പെടാൻ നോക്കില്ല, ആരുമായിട്ടും വിടില്ല. കാരണം ഇവർക്കൊരു പ്രയർ സ്റ്റോറി പറയുന്നുണ്ട്. സന്തോഷമായിട്ട് പ്രണയിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നു, അതുമായിട്ട് എനിക്ക് വിശ്വാസം കിട്ടുന്നു. അങ്ങനെ ഒരു പ്രയർ സ്റ്റോറി ഉണ്ട്. നിങ്ങൾ സിനിമ കണ്ടാൽ മനസ്സിലാവും. തീർച്ചയായിട്ടും OTT-ലെങ്കിലും, തിയേറ്ററിൽ കാണാത്തവരുണ്ടെങ്കിൽ OTT-ൽ നിങ്ങൾ മിസ് ചെയ്യരുത്. കിട്ടില്ല പടം.